സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള കാലമാണ് നോമ്പുകാലം. ഈശോ മരുഭൂമിയിലേക്ക് പ്രലോഭനങ്ങളെ നേരിടാനായി പോയത് ആത്മാവിനാൽ നിറഞ്ഞവനായിട്ടായിരുന്നല്ലോ. നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 8-ാം അധ്യായത്തിൽ സമരിയാക്കാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ശ്രവിച്ചത്. ദൈവവചനം കേട്ട് മാമോദിസ സ്വീകരിച്ച സമരിയാക്കാർ അന്നുവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന സമരിയാക്കാരുടെ മേൽ അപ്പസ്തോലന്മാർ കൈകൾ വച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിൻ്റെ വരവ് സമരിയാക്കാരിൽ വരുത്തിയ മാറ്റം ശിമിയോൻ എന്നൊരാൾ കാണുന്നു. പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങാൻ അയാൾ ആഗ്രഹിക്കുന്നു. അതിനെ തടയുന്ന പത്രോസ് പറയുന്ന വാക്യം ശ്രദ്ധേയമാണ്: നിന്റെ നാണയങ്ങൾ നിന്നോടുകൂടെ നശിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കണം. പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് പെയ്തിറങ്ങുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പന്തക്കുസ്തായുടെ വിവരണത്തിൽ നാം ഇത് മനോഹരമായിട്ട് കാണുന്നുണ്ട്. ആത്മാവിനെ സ്വീകരിച്ചവർ ദൈവ ഐക്യത്തിൽ ജീവിക്കും, സാഹോദര്യത്തിൽ വളരും, അവരെ അരൂപി നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടമായാൽ ഒരു മനുഷ്യാത്മാവിന് എന്ത് സംഭവിക്കുമെന്നാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവിടെ മൂകനും ബധിരനുമായ ഒരു കുട്ടിയെ, പിശാച് ബാധിതനായ ഒരു കുഞ്ഞിനെ ഈശോയുടെ പക്കലേക്ക് അവൻ്റെ പിതാവ് കൊണ്ടുവരികയാണ്. അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ കുഞ്ഞിനെ മൂകനും ബധിരനുമാക്കുന്നു. അത് അവനെ പലപ്പോഴും അപകടത്തിലേക്ക്, തീയിലേക്കും വെള്ളത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യം ഒരു വ്യക്തിയെ നിഷ്ക്രിയനാക്കും. അടിസ്ഥാന മാനുഷിക പ്രവൃത്തികളെ ചെയ്യാൻ പോലും അയാളെ അശക്തനാക്കുന്ന രീതിയിൽ മറ്റ് പ്രവണതകളിലേക്ക്, നിസ്സഹായതകളിലേക്ക് ആ വ്യക്തി കൂപ്പുകുത്തുമെന്ന് ഈ ബാലൻ്റെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പിശാചിൽ നിന്ന് അവനെ പുറത്താക്കുമ്പോൾ ആ ബാലൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നാം കാണും. ഇന്നത്തെ 2 വായനകളും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി നമ്മിൽ സംഭവിക്കേണ്ട മാറ്റത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. പ്രാർത്ഥനാപൂർവം പരിശുദ്ധാരൂപയുടെ നിറവിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. സിഹ്യോൻ ശാലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ അപ്പസ്തോലന്മാർ ഒന്നു ചേർന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചതുപോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് പെയ്തിറങ്ങുന്ന അനുഭവം സ്വന്തമാക്കുന്ന ദിനങ്ങളായി ഈ നോമ്പുകാലം മാറും. അവിടെ യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ വരവോടെ ധൈര്യശാലികളായിട്ട് മാറുന്നത്, ഊർജ്ജസ്വലരായിട്ട് മാറുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്നത്, അനേകരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കാനായി യാത്രയാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തനോന്മുഖരാക്കും. അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നിഷ്ക്രിയതകളിലേക്ക്, മാനുഷികതയുടെ അടിസ്ഥാന ഭാവങ്ങളിൽ നിന്ന് പോലും നമ്മെ പിന്തിരിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയി മടങ്ങി വരുമ്പോൾ ആ വീട് അടിച്ചുവാരി ശുദ്ധിയുള്ളതായി കണ്ടാൽ തന്നേക്കാൾ ശക്തരായ 7 പേരെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസമർപ്പിക്കും. നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. നമ്മിൽ വസിക്കേണ്ടത് പരിശുദ്ധാരൂപിയാണ്. ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ഈ നോമ്പുകാലം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ തന്നെ നിറയ്ക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അതിനായി നിരന്തരം പ്രാർത്ഥിക്കണം. അരൂപിയുടെ സാന്നിധ്യം നമ്മുടെ അശുദ്ധാത്മാക്കളിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന്, നിഷ്ക്രിയതകളിൽ നിന്ന് അകറ്റും. അത് നമ്മെ പ്രവൃത്തികളിലേക്ക്, ഉപവിപ്രവൃത്തികളിലേക്ക്, സേവനങ്ങളിലേക്ക് നയിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറിയപ്പോൾ അന്നുവരെ അധൈര്യനായിരുന്ന പത്രോസ് സധൈര്യം ഈശോയെ പ്രഘോഷിച്ചു. അത് അവൻ്റെ ശ്രോതാക്കൾ തങ്ങളുടെ മാതൃഭാഷയിൽ കേട്ടു. അവർ ഹൃദയം നുറുങ്ങി മാനസാന്തരപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മെ ദൈവിക ഭാഷ സംസാരിക്കാൻ പ്രേരിപ്പിക്കും. അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം നൽകും, നമ്മെ ശക്തിപ്പെടുത്തും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാനും അശുദ്ധാത്മാക്കളിൽ നിന്ന് അകന്നിരിക്കാനും പ്രാർത്ഥന നമുക്ക് ഒത്തിരിയേറെ ആവശ്യമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ അപ്പസ്തോലന്മാരുടെ ഈശോ പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം അകന്നു പോകില്ല. പ്രലോഭനത്തിൻ്റെ ചതിക്കുഴികൾ പതിയിരിക്കുന്ന ഈ ലോകത്തിലൂടെ നമ്മുടെ ഭൗമിക തീർത്ഥാടനം മനോഹരമായിട്ട് പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാരൂപിയുടെ സഹായം ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ,
ദൈവവചനത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായും പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.